ഇന്ത്യയുടെ GDPയുടെ 30% സംഭാവന ചെയ്യുന്നത് MSME മേഖലയാണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും നമ്മുടേതാണ്. എന്നാൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വിരോധാഭാസമുണ്ട്. ഇന്ത്യയിലെ 80%-ലധികം നാനോ ചെറുകിട വ്യവസായങ്ങളും മൂലധനമില്ലാതെ തകർന്നടിയുന്നു. അതേസമയം സംരംഭകർക്കായി ഗവൺമെന്റ് നീക്കിവെച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഫണ്ടുകൾ അറിവില്ലായ്മ കൊണ്ടും അപേക്ഷിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ലായ്മ കൊണ്ടും കെട്ടിക്കിടക്കുന്നു. ഇത് കേവലം അജ്ഞതയല്ല, ഒരു സാമ്പത്തിക ദുരന്തമാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും MSMEകൾക്കും നാനോ സംരംഭങ്ങൾക്കുമായുള്ള മുഴുവൻ ഗ്രാന്റുകളുടെയും ലോണുകളുടെയും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. നാനോ ചെറുകിട ബിസിനസ്സുകൾക്കായുള്ള ഈടില്ലാത്ത വായ്പാ പദ്ധതി പുതിയ തരുൺ പ്ലസ് കാറ്റഗറിയിലൂടെ വലിയ വിപുലീകരണത്തിന് തയ്യാറെടുക്കാൻ സംരംഭകരെ സഹായിക്കുന്നു. 2024-25 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനവും സാമ്പത്തിക കാര്യ വകുപ്പിന്റെ 2026 റിപ്പോർട്ടുകളും പ്രകാരം മുദ്ര വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം ആശയങ്ങളെ പ്രായോഗിക ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനും വാണിജ്യവൽക്കരിക്കുന്നതിനുമുള്ള പ്രാരംഭ മൂലധനം അഥവാ ഏർലി സ്റ്റേജ് ക്യാപിറ്റൽ നൽകുന്ന കേന്ദ്ര പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ് 2026 മാർഗരേഖ പ്രകാരം പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് വികസിപ്പിക്കാൻ 20 ലക്ഷം വരെയും വാണിജ്യവൽക്കരണത്തിന് 50 ലക്ഷം വരെയും ഗ്രാന്റായും നിക്ഷേപമായും നൽകുന്നുണ്ട്. DPIIT അംഗീകാരമുള്ള 10 വർഷത്തിൽ താഴെ പഴക്കമുള്ള 100 കോടിയിൽ താഴെ വിറ്റുവരവുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ LLP കമ്പനികൾക്കാണ് അർഹത. അംഗീകൃത ഇൻക്യുബേറ്ററുകൾ വഴിയാണ് ഫണ്ട് വിതരണം ചെയ്യുന്നത്. ഫണ്ടുകൾ മൈൽസ്റ്റോൺ അടിസ്ഥാനത്തിലാണ് ലഭിക്കുക. സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ മറ്റ് കേന്ദ്ര പദ്ധതികളിൽ നിന്നോ ഇതിനകം 10 ലക്ഷം രൂപയിലധികം സാമ്പത്തിക സഹായം ലഭിച്ച സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഫണ്ടിന് അർഹതയുണ്ടായിരിക്കില്ല. പ്രൈസ് മണിയും സൗജന്യ ഇൻക്യുബേഷൻ സ്പേസും ഇതിൽ ഉൾപ്പെടുന്നുമില്ല. പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ മാർജിൻ മണി സബ്സിഡി പദ്ധതി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയവും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും 2026 പുറത്തുവിട്ട മാനദണ്ഡങ്ങൾ പ്രകാരം മാനുഫാക്ചറിംഗ് പ്രൊജക്ടുകളുടെ പരിധി 50 ലക്ഷം രൂപയായും സർവീസ് സെക്ടറിന്റെ പരിധി 20 ലക്ഷം രൂപയായും നിജപ്പെടുത്തിയിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്കും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. ഗ്രാമീണ മേഖലയിലെ പ്രത്യേക വിഭാഗങ്ങൾക്ക് സ്ത്രീകൾ, പട്ടികജാതി, പട്ടികവർഗം, OBC, ന്യൂനപക്ഷങ്ങൾ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് പ്രോജക്ട് തുകയുടെ 35% വരെ സബ്സിഡിയായി ലഭിക്കും. അപേക്ഷകൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് 5 മുതൽ 10% മാത്രം മുടക്കിയാൽ മതി. ബാക്കി ബാങ്ക് വായ്പയാണ്. വിജയകരമായി നടക്കുന്ന PMEGP യൂണിറ്റുകൾക്ക് സാങ്കേതിക വിദ്യ നവീകരിക്കുന്നതിനായി രണ്ടാമത്തെ വായ്പയായി മാനുഫാക്ചറിംഗ് 1 കോടി രൂപ വരെയും സർവീസിന് 25 ലക്ഷം രൂപ വരെയും 15% സബ്സിഡിയോടെ ലഭിക്കും. അടുത്തത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് അഥവാ CGTMSE. ബാങ്കുകൾ ഈട് ചോദിക്കുന്ന പ്രശ്നത്തിന് സർക്കാരിന്റെ ശാശ്വത പരിഹാരമാണ് ഈ സ്കീം. 2026 ഫെബ്രുവരിയിലെ റിസർവ് ബാങ്ക് MoMSME സർക്കുലർ പ്രകാരം CGTMSE വഴിയുള്ള ഈടില്ല വായ്പാ കവറേജ് പരിധി 5 കോടിയിൽ നിന്ന് 10 കോടി രൂപയായി ഇരട്ടിയാക്കി. നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടാൽ ബാങ്കിന് വായ്പയുടെ 75% മുതൽ 90% വരെ ഈ ട്രസ്റ്റ് തിരികെ നൽകും. ഇത് ബാങ്കുകൾക്ക് MSMEകൾക്ക് ധൈര്യമായി വായ്പ നൽകാൻ ആത്മവിശ്വാസം നൽകുന്നു. റീറ്റെയിൽ, ഹോൾസെയിൽ വ്യാപാരികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാണ്. 2026 പുതിയ ചട്ടപ്രകാരം സീറോ ഡിഫെക്റ്റ്, സീറോ എഫക്റ്റ് സർട്ടിഫിക്കേഷനുള്ള സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും വായ്പയുടെ 90% വരെ ഗ്യാരണ്ടി കവറേജ് ലഭിക്കും. ഇത് വായ്പ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അടുത്തത് PM വിശ്വകർമ്മ യോജന. പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കും നാനോ ബിസിനസ്സുകൾക്കും end-to-end സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ മൈ സ്കീം പോർട്ടൽ ഡേറ്റ പ്രകാരം 13,000 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ പദ്ധതിയിൽ 5% എന്ന കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. 18 പരമ്പരാഗത മേഖലകളിൽ, അതായത് ആശാരി, തട്ടാൻ, അലക്കുകാർ മുതലായവ പ്രവർത്തിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ 18 മാസ തിരിച്ചടവിൽ 1 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 30 മാസ തിരിച്ചടവിൽ 2 ലക്ഷം രൂപയും ഈടില്ലാതെ നൽകുന്നു. പരിശീലന കാലയളവിൽ പ്രതിദിനം 500 രൂപ സ്റ്റൈപ്പൻഡും ടൂളുകൾ വാങ്ങാൻ 15,000 രൂപയും ലഭിക്കും. വായ്പയുടെ യഥാർത്ഥ പലിശ നിരക്ക് ബാങ്കുകൾക്ക് കൂടുതലാണെങ്കിലും 8% വരെയുള്ള പലിശ ഇളവ് MSME മന്ത്രാലയം നേരിട്ട് നൽകുന്നതിനാൽ ഉപഭോക്താവിന് 5% മാത്രം അടച്ചാൽ മതിയാകും. ഇനി സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും സ്ത്രീകളെയും കോർപ്പറേറ്റ് നിലവാരത്തിലുള്ള സംരംഭകരാക്കി മാറ്റുന്ന വൻകിട വായ്പാ പദ്ധതി. ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫിനാൻഷ്യൽ സർവീസസ് ഔദ്യോഗിക ഡേറ്റ പ്രകാരം 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള വായ്പകളാണ് ഈ പദ്ധതിക്ക് കീഴിൽ വിതരണം ചെയ്യുന്നത്.
ഓരോ ബാങ്ക് ശാഖയും കുറഞ്ഞത് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഒരു വനിതാ സംരംഭകയ്ക്കും ഈ വായ്പ നൽകിയിരിക്കണം എന്നത് നിർബന്ധമാണ്. ഗ്രീൻഫീൽഡ് പ്രൊജക്ടുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുക. ഇതിൽ സർക്കാർ സബ്സിഡി ഇല്ല. എന്നാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്റ്റാൻഡപ്പ് ഇന്ത്യ CGSSI വഴി ഈട് ഒഴിവാക്കാൻ കഴിയും. വായ്പാ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ നബാർഡ്, സിഡ്ബി എന്നിവയുടെ നോഡൽ ഓഫീസർമാർ വഴി നേരിട്ട് ബാങ്കിൽ സമ്മർദ്ദം ചെലുത്താനുള്ള വ്യവസ്ഥ ഈ പദ്ധതിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ്. അടുത്തത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ആൻഡ് MSME സംയോജനം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി നേരിട്ട് പണം അക്കൗണ്ടിലെത്തുന്ന ഒരു ഇൻസെന്റീവ് സ്കീം. വാണിജ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഡ്രോൺ, ടെക്സ്റ്റൈൽസ്, ഫാർമ ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ MSMEകൾക്ക് PLI ആനുകൂല്യം ലഭിക്കുന്നു. വൻകിട കമ്പനികൾക്ക് പുറമെ നിർദ്ദിഷ്ട വിറ്റുവരവുള്ള MSMEകൾക്കും ഇതിൽ അപേക്ഷിക്കാം. അടിസ്ഥാന വർഷത്തേക്കാൾ വർദ്ധിപ്പിക്കുന്ന ഉൽപ്പാദനത്തിന്റെ മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സർക്കാരിൽ നിന്ന് നേരിട്ട് ഫിനാൻഷ്യൽ ഇൻസെന്റീവായി ലഭിക്കുന്നു. വലിയ കോർപ്പറേറ്റുകളുടെ സപ്ലൈ ചെയിനിൽ സബ് കോൺട്രാക്ടർമാരായി കയറിക്കൂടുന്ന MSMEകൾക്കും PLI സ്കീമിന്റെ പരോക്ഷ സാമ്പത്തിക നേട്ടങ്ങൾ ലീഗൽ എഗ്രിമെന്റിലൂടെ സ്വന്തമാക്കാൻ കഴിയും. അടുത്തത് സ്ട്രക്ചറൽ ഫണ്ടിംഗ് സെൽഫ് റിലയന്റ് ഇന്ത്യ ഫണ്ട്. വായ്പകൾക്ക് പകരം MSMEകളിൽ നേരിട്ട് ഓഹരി നിക്ഷേപം നടത്തുന്ന സുപ്രധാന പദ്ധതി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 2026 മാർഗരേഖകൾ പ്രകാരം 50,000 കോടി രൂപയുടെ ഇക്വിറ്റി നിക്ഷേപമാണ് SRI ഫണ്ടിലൂടെ ലഭ്യമാക്കുന്നത്. 10,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റും ബാക്കി 40,000 കോടി പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ വഴിയും സമാഹരിക്കുന്ന മദർ ഫണ്ട് ഡോട്ടർ ഫണ്ട് ഘടനയാണിത്. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള MSMEകളിൽ ന്യൂനപക്ഷ ഓഹരി പങ്കാളിത്തം സർക്കാരെടുത്ത് മൂലധനം നൽകുന്നു. ഇത് വായ്പയില്ലാത്തതിനാൽ പ്രതിമാസ പലിശ അടവിന്റെ ഭാരമില്ല. കമ്പനി പബ്ലിക് ലിസ്റ്റിംഗിലേക്ക് പോകുമ്പോഴോ വളർച്ച പ്രാപിക്കുമ്പോഴോ മാത്രമാണ് ഫണ്ട് എക്സിറ്റ് ചെയ്യുക. അടുത്തത് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം അഥവാ CLCSS. പഴയ യന്ത്രങ്ങൾ മാറ്റി പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ സർക്കാർ നൽകുന്ന ഗ്രാന്റ്. MSME ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഡേറ്റ അനുസരിച്ച് അംഗീകൃത യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിന് 15% മൂലധന സബ്സിഡി ഇതിൽ ലഭിക്കും. പരമാവധി 1 കോടി രൂപ വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിന്മേൽ 15 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി. ബാങ്ക് വായ്പയെടുത്ത് യന്ത്രം വാങ്ങിയ ശേഷം നോഡൽ ഏജൻസി വഴി ക്ലെയിം ചെയ്യണം. യന്ത്രം വാങ്ങുന്നതിന് മുൻപ് അപ്രൂവൽ ആവശ്യമില്ല. പണം നൽകി വായ്പ പാസ്സായ ശേഷം സബ്സിഡിക്കായി അപേക്ഷിക്കാം എന്നത് ഈ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നു. ഇനിയുള്ളത് ആസ്പയർ. ഗ്രാമീണ ഇന്നൊവേഷൻ പദ്ധതി. ഗ്രാമീണ കാർഷിക വ്യവസായ മേഖലയിലെ നവീകരണത്തിന് മൂലധനം നൽകുന്ന പദ്ധതിയാണിത്. ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻക്യുബേറ്ററുകൾ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററുകൾ എന്നിവ സ്ഥാപിക്കാൻ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. നവ സംരംഭകർക്ക് ഈ ഇൻക്യുബേറ്ററുകൾ വഴി മെഷീനറികളും സ്ഥലവും ഗ്രാന്റുകളും ഉപയോഗിക്കാൻ സാധിക്കും. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിടുന്ന അഗ്രിടെക് സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഏറ്റവും ലളിതമായ ഗേറ്റ്വേ ആണ് ആസ്പയർ. പിന്നെയുള്ളത് സൈഡ് ലോൺ ഹാക്ക്. മുദ്ര ശിശുവും നാനോ സംരംഭങ്ങളും PMMY 2026 പോർട്ടൽ കണക്കുകൾ പ്രകാരം മൊത്തം അനുവദിച്ച മുദ്ര വായ്പകളുടെ വലിയൊരു ശതമാനവും ശിശു വിഭാഗത്തിലാണ്. 50,000 രൂപ വരെയുള്ള വായ്പകൾ കുറഞ്ഞ പേപ്പർ വർക്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകളും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും വഴിയാണ് ഇതിന്റെ വിതരണം സുഗമമാക്കുന്നത്. ഇതിൽ അപേക്ഷിക്കാൻ കോംപ്ലക്സ് പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമില്ല. നിങ്ങളുടെ വ്യാപാര ലൈസൻസും ഉദ്യോഗ ആധാർ, ഉദ്യം രജിസ്ട്രേഷനും മികച്ച സിബിൽ സ്കോറും മാത്രം മതി. ഇനിയുള്ളത് MSME സമാധാൻ. ഇതൊരു ലോണല്ല, മറിച്ച് കോർപ്പറേറ്റുകൾ കുടിശ്ശിക വരുത്തുന്ന പണം തിരികെ ലഭിക്കാനുള്ള സർക്കാർ ആയുധമാണ്. MSME ഡെവലപ്മെന്റ് ആക്ട് 2006 ആദായ നികുതി നിയമത്തിലെ 43BH ഭേദഗതികളും. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകി 45 ദിവസത്തിനകം പണം ലഭിച്ചില്ലെങ്കിൽ ഈ പോർട്ടലിൽ പരാതി നൽകാം. പണം വൈകുന്ന ഓരോ ദിവസത്തിനും RBI പ്രഖ്യാപിച്ച ബാങ്ക് നിരക്കിന്റെ 3 ഇരട്ടി സംയുക്ത പലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സഹിതം കുടിശ്ശികക്കാരൻ പണം നൽകാൻ നിയമപരമായി ബാധ്യസ്ഥനാകും. ബാങ്ക് വായ്പയ്ക്ക് ശ്രമിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കുടിശ്ശിക കിടക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ തിരികെ പിടിക്കാൻ ഈ നിയമം ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ സ്ട്രാറ്റജി കൂടിയാണിത്. ഇനിയുള്ളത് സീറോ ഡിഫെക്റ്റ്, സീറോ എഫക്റ്റ് സർട്ടിഫിക്കേഷൻ സബ്സിഡികളും വായ്പകളും വേഗത്തിൽ അൺലോക്ക് ചെയ്യാനുള്ള ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ആണ്. ഉൽപാദന ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് സർട്ടിഫിക്കേഷൻ നൽകുന്ന പ്രക്രിയ. മൈക്രോ സംരംഭകർക്ക് സർട്ടിഫിക്കേഷൻ ഫീസിന്റെ 80%, ചെറുകിട സംരംഭകർക്ക് 60% സാമ്പത്തിക സഹായം ലഭിക്കും. ബാങ്കുകൾ Z സർട്ടിഫിക്കറ്റുകളുള്ള കമ്പനികൾക്ക് പ്രോസസ്സിംഗ് ഫീസിൽ ഇളവും പലിശ നിരക്കിൽ 0.5% വരെ കുറവും, കൂടാതെ CGTMSE കവറേജ് 90% വരെയും നൽകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ബാങ്കിംഗ് സംവിധാനത്തിലെ ഒരു ഹിഡൻ ഫിനാൻഷ്യൽ ഹാക്ക് കൂടിയാണ്. ഇനിയുള്ളത് സിഡ്ബി സ്മൈൽ ഫണ്ട്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി കുറഞ്ഞ പലിശയിൽ ദീർഘകാല വായ്പ നൽകുന്ന സിഡ്ബി പദ്ധതി വ്യാവസായിക മേഖലയിലുള്ള MSMEകൾക്ക് ഉപകരണങ്ങൾ വാങ്ങാനും ശേഷി വർദ്ധിപ്പിക്കാനും അനുയോജ്യമായ ഫണ്ട്. കുറഞ്ഞ പലിശ നിരക്കും ദീർഘമായ തിരിച്ചടവ് കാലാവധിയും ഇതിന്റെ പ്രത്യേകതയാണ്. വാണിജ്യ ബാങ്കുകളെ ആശ്രയിക്കുന്നതിന് പകരം MSMEകളുടെ വളർച്ചയ്ക്ക് മാത്രമായി സ്ഥാപിതമായ സിഡ്ബി വഴി നേരിട്ട് വായ്പയെടുക്കുന്നത് വേഗത്തിലുള്ള അപ്രൂവലിനും സഹായിക്കും. ഇനിയുള്ളത് ക്വാളിഫയിങ് ഹാക്സ്.
ഉദ്യം ആൻഡ് അപേക്ഷാ തന്ത്രങ്ങൾ, ഗവൺമെന്റ് പദ്ധതികളുടെ അർഹത നേടാനുള്ള ഘടനാപരമായ മാസ്റ്റർ പ്ലാൻ. മേൽപ്പറഞ്ഞ എല്ലാ സ്കീമുകളിലേക്കും പ്രവേശിക്കാനുള്ള ഒറ്റ താക്കോലാണ് ഉദ്യം രജിസ്ട്രേഷൻ. അപേക്ഷിക്കുമ്പോൾ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ്. സാങ്കേതികമായി കൃത്യതയുള്ള DPR, ക്ലിയറായ സിവിൽ ഓർ CMR സ്കോർ, GST റിട്ടേൺസ് എന്നിവയാണ് ബാങ്കുകൾ പ്രധാനമായി പരിശോധിക്കുന്നത്. ഗവൺമെന്റ് സ്കീമുകൾ പലതും ബാങ്കുകളുടെ വിവേചനാധികാരത്തിന് വിധേയമാണ്. അതിനാൽ ഗവൺമെന്റിന്റെ സിംഗിൾ വിൻഡോ പോർട്ടലായ ജൻ സമർത്ഥ് വഴി ഓൺലൈനായി അപേക്ഷിക്കുന്നത് ബാങ്ക് മാനേജർമാർ നിങ്ങളുടെ അപേക്ഷ അകാരണമായി നിരസിക്കുന്നത് തടയാനും നോഡൽ ഏജൻസികളുടെ സ്ക്രൂട്ടനി ഉറപ്പാക്കാനും സഹായിക്കും. വിശ്വസനീയമായ ഓഡിറ്റർമാർ വഴി CMR 1 മുതൽ 4 വരെ നിലനിർത്തുക എന്നതാണ് ഏത് പദ്ധതിയും അൺലോക്ക് ചെയ്യാനുള്ള അന്തിമമായ രഹസ്യം. പൂർണ്ണമായും ഡേറ്റ അധിഷ്ഠിതമായ സമീപനമാണ് ഇത്തരം അപേക്ഷകളിൽ സ്വീകരിക്കേണ്ടത്.